നീറ്റ് എലിജിബിൾ ആവാത്ത ഒരു സ്റ്റുഡൻറ്റിന് വിദേശത്ത് MBBS പഠിക്കാൻ പറ്റുന്നു. ഈ ഒരു ക്വസ്റ്റ്യനാണ് ഈ നീറ്റ് റിസൾട്ടിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വന്നത്. കാരണം 2025 നീറ്റ് കമ്പാരിറ്റീവ്ലി ടഫായിരുന്നു. അതുകൊണ്ട് തന്നെ പല സ്റ്റുഡൻസിനും അത് എലിജിബിൾ ആവാതെ പോയി. ഈ സ്റ്റുഡൻറ്റിന് വിദേശത്ത് പോകണമെങ്കിൽ നീറ്റ് വേണോ, ഈ വർഷം MBBS ജോയിൻ ചെയ്ത് അടുത്ത വർഷം വന്ന് നീറ്റ് എഴുതിയാൽ മതിയോ, ഇതുപോലുള്ള ക്വസ്റ്റ്യനാണ് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നീറ്റ് എന്നാൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് എൻ്റെ ഫുൾ ഫോം. എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു കോഴ്സിന് ജോയിൻ ചെയ്യാനുള്ള ഒരു എലിജിബിലിറ്റിയാണ് നീറ്റ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വന്ന് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ അഥവാ FMG നെക്സ്റ്റ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ 100% നീറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷമേ MBBS പഠനത്തിന് വിദേശത്ത് പോകാവൂ. ഇനി അതല്ല, ഇയർ ലാപ്സ് ആവാത്ത രീതിയിൽ നിങ്ങൾക്ക് നീറ്റ് ഇല്ലാതെ ഏത് കൺട്രിയിൽ സേഫായിട്ട് പോവാം, ഏത് യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാം, ഇതുപോലുള്ള ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ ഐ ആം റഷീദ് അലി. 22 വർഷമായി ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൽ വർക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബൈ.